ശരി ദാമോദർ. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇവിടെ ഇപ്പോൾ ഈ ദാമോദർ പറഞ്ഞതുപോലെ ഈ പൗരപ്രമുഖർ അത് നവകേരള സദസ്സിൻ്റെ ഭാഗമായി പ്രത്യേകം ക്ഷണിക്കപ്പെടുകയും അവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടുകയും ചെയ്തല്ലോ. വിശദാംശങ്ങൾ ആകെ മുഖ്യമന്ത്രിയും ഈ പറയുന്ന മന്ത്രിമാരും തേടിയത് അവരിൽ നിന്നാണ്. ബാക്കിയെല്ലാം അങ്ങോട്ടുള്ള പ്രഭാഷണമായിരുന്നല്ലോ, ജനങ്ങൾ കേൾക്കുക എന്നതായിരുന്നു. പക്ഷെ പറഞ്ഞത്, സദസ്സിൻ്റെ പ്രത്യേകതയായി പറഞ്ഞത്, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഗം കേൾക്കും എന്നായിരുന്നു. ഇവിടെ ഇപ്പോൾ അങ്ങനെയെങ്കിൽ ഈ പൗരപ്രമുഖർ എന്ന് വിശേഷണം അർഹിക്കുന്ന പിണറായിയുടെ നിർവചനത്തിൽ വരുന്ന ആളുകളൊക്കെ തന്നെയായിരുന്നു ആ വേദിയിൽ. അവിടെ നിന്ന് വരുന്നൊരു വിമർശനമാണിത്. അപ്പോൾ അത് ഉൾക്കൊള്ളുകയല്ലേ വേണ്ടത്? എന്നാൽ അങ്ങനെയല്ല. ഇത് എത്ര കൊല്ലം പഴക്കമുള്ള പ്രസംഗം, ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് മോദിയെ പറ്റിയാണ്. ഇങ്ങനെയൊക്കെയുള്ള തന്ത്രപരമായ സമീപനം ഒരു വിമർശനം വരുമ്പോൾ, അതും പരുഷമായിട്ടല്ല, ഒളിയമ്പുകളില്ല, ആരോഗ്യകരമായിട്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതിന് ജൈവപരമായി ഉണ്ടായിരിക്കേണ്ട സവിശേഷതയുമാണത്. അതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് നിരാകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുര്യോഗങ്ങൾ, ചരിത്ര സന്ദർഭങ്ങളെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ അത് വസ്തുനിഷ്ഠമാണ് എന്നാണ് ആ വിശകലനം, അല്ലേ? അങ്ങനെ പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ കണ്ണടച്ചുകൊണ്ട് അങ്ങനെ ഇല്ല എന്നൊരു നിരാകരണ ബുദ്ധിയോടെ നേരിടുന്നത് എങ്ങനെയാണ് ഇടതുപക്ഷ മനസ്സിൻ്റെ സവിശേഷതയാകുന്നത്? അല്ല, അത്തരത്തിലൊരു നിരാകരണ ബുദ്ധിയോടെ അതിനെ സമീപിച്ചിട്ടുണ്ടോ എന്ന് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് സംശയമുണ്ട്. കാരണം നമുക്കറിയാം, MT വാസുദേവൻ നായർ എന്ന് പറയുന്ന എഴുത്തുകാരൻ ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ്. മലയാളികളുടെ ആകെ പൊതു സ്വത്ത് എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരു മഹാപ്രതിഭ, ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു സന്ദർഭത്തെയും ഞാനൊരു അഭിഭാഷകൻ കൂടി ആയതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പ്രശ്നത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ആ പ്രശ്നത്തെ ആകെ, ആ ഒരു ഇഷ്യൂവിനെ ആകെയാണ് സമീപിക്കേണ്ടത്. അല്ലാതെ ആ ഇഷ്യൂവിലെ ചില ഭാഗങ്ങൾ മാത്രം നമുക്ക് സൗകര്യപൂർവ്വം അടർത്തിയെടുത്തുകൊണ്ട് അതിനെ ഇന്ന ആൾക്ക് എതിരെയാണ് മാത്രം പറഞ്ഞ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ശരിയല്ല. കാരണം നമുക്കറിയാം, ഇന്നത്തെ ആകെ എവിടെ വെച്ചാണ് ശ്രീ MT വാസുദേവൻ നായർ അത് പ്രസംഗിച്ചത്? അത് പ്രസംഗിച്ചത് കേരള ലിറ്റററി ഫെസ്റ്റ് എന്ന് പറയുന്ന വലിയ സാഹിത്യ സമ്മേളനം കോഴിക്കോട്ട് വെച്ച് നടന്നപ്പോൾ ആ സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു. അതേ സദസ്സിൽ തന്നെ അതിൻ്റെ മുഖ്യാതിഥിയായിരുന്നു ശ്രീ MT വാസുദേവൻ നായർ. ശ്രീ പിണറായി വിജയൻ ആ യോഗത്തിൽ നടത്തിയ പ്രസംഗം, അവിടെ അത് ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. മുഖ്യമന്ത്രി ആ യോഗത്തിൽ നടത്തിയ പ്രസംഗം നമ്മുടെ ജനാധിപത്യത്തിൽ നടന്നിരിക്കുന്ന മൂല്യച്യുതികൾ, നമ്മുടെ മതേതരത്തിനെതിരെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ, ഇന്ത്യ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന സങ്കീർണതകൾ, അതിനെല്ലാം എതിരെ മതേതര കക്ഷികൾ എല്ലാവരും കൂടി, അല്ലെങ്കിൽ മതേതരവാദികൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. എന്നാൽ ആ പ്രസംഗത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സമഗ്രമായിട്ടുള്ള ഈ പറയുന്ന ആധിപത്യം അത് EMSനെ കോട്ട് ചെയ്തുകൊണ്ട് കുറേയേറെ ആളുകളെ നയിക്കുന്ന ആ പ്രവണത, അത് അദ്ദേഹത്തിൻ്റെതായ മനോഹരമായ ഭാഷയിൽ അദ്ദേഹം പറയുകയുണ്ടായി. അത് തീർച്ചയായിട്ടും അതിനെ എന്തിനെതിർക്കണം? അത് നമ്മുടെ സമൂഹത്തിൽ, അത് ലോകത്തെമ്പാടും, കേരളത്തിലെന്ന് മാത്രമല്ല ലോകത്തെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള MT പറഞ്ഞത് പിണറായിയെ പറ്റിയാണോ അല്ലയോ എന്നൊരാശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള അത്യുത്സാഹമാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് കാണുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ എന്താണ് ചെയ്യുന്നത്? ഓരോരുത്തരെ പോയി കണ്ട് ഈ കാര്യത്തിൽ എന്താണ് MT ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആരെ ചൂണ്ടിക്കാട്ടുന്ന കാര്യത്തിലായിരുന്നു എന്ന രൂപത്തിലുള്ള അഭിപ്രായ രൂപീകരണങ്ങൾ നടത്തുകയാണ്. അപ്പോൾ സാനുമാഷ്ക്ക് തോന്നുകയാണ് അത് പിണറായിയെ ഇരുത്തിക്കൊണ്ടായിരിക്കുന്നുണ്ട്, പിണറായിയെ കൂടെ ബാധിക്കുന്നതാണ്. NS മാധവന് തോന്നുകയാണ് അത് കോൺഗ്രസ്സുകാരെയും BJPയെ പറ്റിയല്ല, ഇടതുപക്ഷത്തെ തന്നെ പ്രത്യേകമായി പരാമർശിച്ചതുകൊണ്ട് അതങ്ങനെയാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുകയാണ് നിവൃത്തി കെട്ടിട്ട്, നെഹ്റുവിനെ പറ്റിയാണ് പറഞ്ഞിരുന്നെങ്കിൽ ശരി, മോദിയായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇവിടെ ഇപ്പോൾ സ്റ്റാലിനെ പറ്റി ആയിരിക്കുന്നത് കൊണ്ട്, റഷ്യയെ പറ്റി ആയിരിക്കുന്നത് കൊണ്ട് അത് കേരളത്തെ പറ്റിയാണ്, പിണറായിയെ പറ്റിയാണ്. ഇങ്ങനെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന അത്രയും ദുർഗ്രഹതയുള്ളതായിരുന്നോ ഒരു വിമർശനം? അല്ല, ഞാൻ അങ്ങ് ഇവിടെ പറഞ്ഞതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ. കാരണം ഈ വിമർശനം ഡയറക്റ്റ് അല്ല, കാരണം അത് എക്സ്പ്ലിസിറ്റ് അല്ലേ. കാരണം ഡയറക്റ്റായിട്ടുള്ള വിമർശനമാണെങ്കിൽ പേര് പറയണ്ടേ? അദ്ദേഹം ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. സംസ്ഥാനത്തിന്റെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റർ മോദി ഇരിക്കുന്ന ഒരു വേദിയിൽ മോദിക്കെതിരെ പരാമർശം നടത്തുകയല്ല ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഗോയങ്ക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകൻ ഭരണാധികാരിയുടെ പ്രശംസ കിട്ടുന്നുവെങ്കിൽ അയാൾ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമല്ല എന്ന് അപ്പോൾ തന്നെ ഉറപ്പാക്കണമെന്ന്.
അത് മോദിയെ പറ്റിയല്ല എന്ന് പറഞ്ഞാലോ, ഈ മടിത്തട്ട് മാധ്യമങ്ങളെ പറ്റിയല്ല എന്ന് പറഞ്ഞാലോ? അല്ല, അത് അതിനകത്ത് അതിനകത്ത് ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇതിലിപ്പോ MT മോദിക്ക് മാത്രം ബാധകമായ സൂചനകളാണോ ഉണ്ടായിരുന്നത്? MT തന്നെ അല്ല, അദ്ദേഹം തന്നെ ദേശാഭിമാനിക്കുന്ന പ്രസ് റിലീസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ചല്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതെന്ന് വളരെ വ്യക്തമായി പറഞ്ഞ സ്ഥിതിക്ക്, അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്നുള്ളതല്ല. അത്തരത്തിൽ പല രീതിയിൽ ഒരു കാര്യത്തെ തന്നെ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അത് ഈ ഒരു വ്യക്തിക്കെതിരെ അല്ല എന്ന് പറയുന്ന അതേ അവസരത്തിൽ തന്നെ ഞാൻ അത്തരത്തിലൊരു രാഷ്ട്രീയമായ രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. കാരണം ഇത് ഇത്തരത്തിലുള്ള ജനാധിപത്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഭൂഷണമല്ല എന്ന് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിലാണ് ശ്രീ MT വാസുദേവൻ നായർ പറഞ്ഞത്. ആ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയ ഒരു വലിയ ഗണത്തിലെങ്കിലും പിണറായി ഉൾപ്പെടുമോ പ്രിയദർശൻ തമ്പി? ഒരു സ്റ്റേറ്റ്മെന്റിനെ അല്ല, തീർച്ചയായിട്ടും എല്ലാവർക്കും ബാധകമായി അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ അടർത്തിയെടുത്തുകൊണ്ട് ഒരാൾക്കെതിരെ മാത്രമാണ് പറഞ്ഞത് എന്നുള്ള രൂപത്തിലേക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. അത് പൊതുവായി ഉള്ള ഒരു പ്രവണതകളെ കാണിച്ചതാണ്. അല്ലേ, സാനുമാഷ് പറഞ്ഞ എന്താണ്? പിണറായി ഇരുത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് പിണറായിക്കുള്ള വിമർശനമാണത്. അല്ല, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും. അല്ല, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, അപ്പോൾ പിണറായിയെ പറ്റി എന്തെങ്കിലും പറയുന്നെങ്കിൽ പിണറായി എന്ന് തന്നെ ആദ്യ മധ്യാന്ത പൊരുത്തത്തോടെ പറഞ്ഞുകൊണ്ട് വേണം വിമർശിക്കാൻ. അപ്പോൾ മാത്രമേ അത് പിണറായിയെ ബാധിക്കുന്നൊരു വിമർശനമാകൂ. അങ്ങനെയാണോ കരുതേണ്ടത്? അല്ല, അങ്ങനെയല്ല ഞാൻ സൂചിപ്പിച്ചത്. നമുക്ക് എല്ലാ പ്രശ്നത്തിലും എല്ലാ കാര്യങ്ങളിലും രണ്ട് കൺസ്ട്രക്ഷൻസ് പോസിബിൾ ആണ്. പണിയെടുക്കുന്നുണ്ടെന്നേ MT വാസുദേവൻ നായർ അതേ പണിയെടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെയാണ് ദാമോദരൊക്കെ പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു കുഴൽക്കണ്ണാടിയിലൂടെയല്ല MT ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് അതിന്റെ ഗൗരവം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഒരു സംശയവുമില്ല. അദ്ദേഹം അങ്ങനെയല്ല. അല്ല, അതിനെ പൊതുവൽക്കരിക്കുകയല്ല വേണ്ടത്. കക്ഷി രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടിലൂടെ അല്ല എന്ന് പറയുമ്പോൾ പൊതുവൽക്കരിക്കാനുള്ള ഒരു അവസരമായിട്ടല്ല അതിനെ എടുക്കേണ്ടത്. കക്ഷി രാഷ്ട്രീയത്തിന് തീർച്ചയായിട്ടും അത് ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞ കാര്യത്തെ അദ്ദേഹത്തിൻ്റെ ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും, എല്ലാ പൊതുജന പ്രവർത്തകരും, എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്നവരും, എല്ലാ മന്ത്രിമാരും എടുക്കേണ്ടതാണ്. അല്ലാതെ അത് ഒറ്റ വ്യക്തിക്കെതിരെ മാത്രം തൊടുത്തുവിട്ട കുന്തമുനയാണ് എന്നുള്ള രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇപ്പോൾ മോദി എവിടെ പോയാലും, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പോയാൽ അതിനേക്കാൾ നാണം കെടുത്തുന്ന രൂപത്തിൽ നാം എല്ലാം കാണുന്നതാണ്. പാർലമെന്റിൽ വരുമ്പോൾ കാണുന്നത് എന്താണ്? എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയും ഈ മോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള മുദ്രാവാക്യം വിളിക്കുകയുമാണ് ചെയ്യുന്നത്. രാമനെയും മോദിയെയും പറ്റി മാത്രമാണ് അവിടെ മുദ്രാവാക്യം മുഴങ്ങുക, അല്ലേ? അവിടെ കൈയടിക്കാതെയും എഴുന്നേൽക്കാതെയും ഇങ്ങനെയുള്ള ഈ പറയുന്ന നടുവളച്ചുള്ള നിൽപ്പും ഇല്ലാതെ കാണുന്ന ഒരാളേ ഉള്ളൂ ദൃശ്യങ്ങളിൽ. അങ്ങേക്കറിയുന്നത് ഒറ്റയാളേ ഉള്ളൂ, ഗഡ്കരി ഏത് രൂപത്തിലാണ് ആ പാർട്ടിയിൽ ഇപ്പോൾ ഉള്ളത് എന്നതും അറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ വാഴ്ത്തിപ്പാട്ട് സംഘം മുഖതാവിലും തെറിപ്പാട്ട് സംഘം പിന്നണിയിലും നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം, അതിനോടുള്ള വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, അല്ല, ഞാൻ മോഡിയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് പറയുകയാണ്. മോഡി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ തുടക്കം കുറിച്ചത് ആരാണ്? നമുക്കെല്ലാവർക്കും രാഷ്ട്രീയം അറിയാമല്ലോ. ഇതല്ല, എല്ലാ കാലാകാലങ്ങളിൽ ഇന്ത്യ രാജ്യം ഭരിച്ചിരിക്കുന്ന എല്ലാ ഭരണാധികാരികളും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് മാത്രം. കാരണം ഈ പറയുന്ന പോലെ മന്നവേന്ദ്ര വിളങ്ങുന്നു, പണ്ട് രാജാവ് നഗ്നനാണെന്ന് പറയാനുള്ള സത്യം, രാജഭക്തന്മാർ നടുകുമാർ ഒച്ചത്തിൽ പറയാനുള്ള ഒരു ധൈര്യം ഒരു കുട്ടി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതേ കാര്യങ്ങൾ തന്നെ നമ്മുടെ ഇതൊന്നും നമ്മൾ നിഷേധിച്ചിട്ടില്ല. ഞാനതൊന്നും നിഷേധിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ തിമിരം ബാധിച്ചുകൊണ്ട് ഇതൊന്നും ശരിയല്ല, ഇതെല്ലാം നന്നായിട്ടാണ് പോകുന്നത് എന്നൊന്നും പറയാനല്ല ഈ വേദിയെ ഉപയോഗിക്കുന്നത്. ഞാൻ പറയുന്നത്, ഒരു പ്രശ്നത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ആ വിമർശനം ഉൾക്കൊള്ളുന്നത് ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആണ് അദ്ദേഹം പറഞ്ഞെന്നുള്ള രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ശരിയല്ല. മോദിയും എപ്പോഴും പറയുന്നതാണ്, ഒരു ഇരവാദിയായി മോദി അങ്ങ് സ്വയം അങ്ങ് അവതരിപ്പിക്കും, എന്നെയാണ് ആക്രമിക്കുന്നത്, എന്നെയാണ് ഇല്ലാതാക്കാൻ നോക്കുന്നത് എന്ന്. പിണറായിയും അത് തന്നെ ചെയ്യുന്നു.